നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തവ. എല്ലാവർക്കും ഇടവന വേദസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് 2024 ദീർഘനാളായിട്ടുണ്ടായിരുന്ന പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്ത് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷമാണ്. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ആ ടാലൻറ്റിനനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കുകയും ട്രാൻസ്ഫർ അല്ലെ പ്രൊമോഷൻ, സാലറി ഇൻക്രിമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷേ പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാർ ഇവർക്കുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. ദമ്പതികൾ തമ്മിലും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളൊക്കെ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരണന്മാരുടെയും അല്ലെങ്കിൽ പൂർവികരുടെയൊക്കെ അനുഗ്രഹം അവരെ പ്രാർത്ഥിച്ച് തീർച്ചയായിട്ടും ആ തടസ്സങ്ങളൊക്കെ മാറി കുടുംബത്തിൽ നല്ല മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. ദീർഘനാളായിട്ട് എന്തെങ്കിലും കടബാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറാനും അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു വർഷം. ദീർഘനാളായിട്ടുണ്ടായിരുന്ന ആ കടബാധ്യതയൊക്കെ കുറയും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് പുറത്തുനിന്നൊരാളെ ഒരു കാരണവശാലും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരരുത്. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. ഈ നക്ഷത്രക്കാരുടെ ഡയറക്റ്റ് അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് നല്ല രീതിയിൽ ഉയർന്നു വരിക. അതുപോലെ തന്നെ ആ ഡയറക്റ്റ് അറ്റൻഷൻ സാമ്പത്തിക കാര്യങ്ങളിലും ബാങ്കിൽ നിന്ന് ലോൺ പോലെയുള്ള കാര്യങ്ങളിലും ഗവൺമെൻറ് പരമായിട്ടുള്ള നിയമപരമായ കാര്യങ്ങളിലും ആ ഡയറക്റ്റ് അറ്റൻഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ നഷ്ടക്കാർ പ്രതീക്ഷയ്ക്കനുസരിച്ച് ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയ മേഖലയുള്ളവർ അവരുടെ ഒരു സത്യസന്ധത വച്ച് പുലർത്തിയാൽ തീർച്ചയായിട്ടും എത്ര തടസ്സങ്ങൾ എന്തൊക്കെ വന്നാലും അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ പുതിയ പോസ്റ്റുകൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മീഡിയ, സിനിമാ മേഖലയിലുള്ളവർ ഒരു കാരണവശാലും അവരുടേതായ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ മറ്റൊരാളുമായി ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഷെയർ ചെയ്ത് തീർച്ചയായിട്ടും അവർക്ക് തന്നെ വിനയായിട്ട് വരുന്ന സാഹചര്യമുണ്ടാകും. കുട്ടികൾക്ക് നല്ല സമയമാണ്. വിദ്യാഭ്യാസത്തിന് അവർക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന സമയമാണ്. രാത്രി യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കുക. ആരോഗ്യപരമായിട്ട്, ദഹന സംബന്ധമായിട്ട്, മുട്ട്, അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ വേണ്ട ട്രീറ്റ്മെൻറ്റ് യഥാസമയം എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ലത്.